ശ്വാന സൗഹൃദ നഗരസഭയായ പൊന്നാനിയിൽ പെറ്റുപെരുകി തെരുവുനായ്ക്കൾ. തെരുവുനായ നിയന്ത്രണ പരിപാടികൾ പാളിയതോടെ രാപ്പകൽ ഭേദമില്ലാതെ തെരുവ് കൈയടക്കുകയാണ് തെരുവുനായ്ക്കൾ. മനുഷ്യജീവന് അപകടകരമായ തരത്തിൽ തെരുവുനായ്ക്കളുടെ അക്രമങ്ങൾ പതിവാകുമ്പോൾ തെരുവുനായ നിയന്ത്രണവുമായി നഗരസഭ രംഗത്തെത്തും. ആദ്യം 2 ദിവസങ്ങളിൽ ആവേശത്തോടെ വന്ധീകരണ പ്രവർത്തികൾ ഉൾപ്പെടെ നടക്കും. ഒരാഴ്ചയ്ക്കകം തന്നെ പദ്ധതി അവസാനിപ്പിച്ച് ABC സംഘവും മടങ്ങും. മാസങ്ങൾ കഴിയുമ്പോൾ പെറ്റുപെരുകി തെരുവുനായ്ക്കളുടെ വിളയാട്ടം പതിവാകും. ശ്വാന സൗഹൃദ നഗരസഭയായി പ്രഖ്യാപിച്ച പൊന്നാനിയിലെ കാഴ്ചയാണിത്. തെരുവുനായ അക്രമം ഭയന്ന് കുട്ടികൾ ഉൾപ്പെടെ പുറത്തിറങ്ങാൻ മടിക്കുകയാണ്. നേരത്തെ രാത്രികാലങ്ങളിൽ മാത്രമുണ്ടായിരുന്ന തെരുവുനായ ശല്യം ഇപ്പോൾ പകൽ സമയങ്ങളിലുമുണ്ട്. ജനത്തിരക്കേറിയ ചമ്രവട്ടം ജംഗ്ഷനിലും പകൽ സമയങ്ങളിൽ തെരുവുനായ്ക്കൾ വിലസുകയാണ്. നഗരസഭയിലെ പൊന്നാനി, പള്ളപ്രം ദേശീയപാത, ചന്തപ്പടി, നായരങ്ങാടി, ആനപ്പടി, തൃക്കാവ്, MLA റോഡ്, പുഴമ്പ്രം, BM, കടവനാട് മേഖലകളിലെല്ലാം തെരുവുനായ്ക്കൾ യഥേഷ്ടം വിഹരിക്കുകയാണ്. പുലർച്ചെ അമ്പലങ്ങളിലും പള്ളികളിലും പ്രാർത്ഥനയ്ക്കായി പോകുന്ന വിശ്വാസികൾക്കും രാവിലെ മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും നേരെയും പലപ്പോഴായി തെരുവുനായ്ക്കൾ പാഞ്ഞെടുക്കുന്നുണ്ട്. പലതവണ അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മാസങ്ങൾക്ക് മുമ്പും തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. തെരുവുനായ്ക്കൾക്ക് പുറമെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ പ്രായമേറുമ്പോൾ തെരുവിലേക്ക് ഇറക്കി വിടുന്നതും വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം നായ്ക്കൾ തെരുവുനായ്ക്കളേക്കാൾ അപകടകാരികളാണെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 30 വർഷം മുമ്പ് നഗരസഭയും JCസും ചേർന്ന് പൊന്നാനിയെ പേവിമുക്ത നഗരമാക്കി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും തെരുവുനായ്ക്കൾ തെരുവുകൾ തോറും വിലസുകയാണ്. 2 വർഷം മുമ്പ് നടപ്പാക്കിയ ശ്വാന സൗഹൃദ നഗരസഭ എന്ന പദ്ധതിയും തെരുവുനായ്ക്കളുടെ ആധിക്യം കാരണം പാളുകയാണ്. PGTV ന്യൂസ്, പൊന്നാനി.